നമസ്കാരം. ചൈനയിൽ നിന്നുള്ള കളിപ്പാട്ട ഇറക്കുമതി 70% കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ലോക്കൽ ഫോർ വോക്കൽ സംരംഭത്തിന്റെ ഭാഗമായി കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ ഇന്ത്യ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമീപ വർഷങ്ങൾ വരെ പ്രധാനമായും അയൽരാജ്യമായി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയോടുകൂടിയായിരുന്നു രാജ്യത്തിന്റെ വൻതോതിലുള്ള കളിപ്പാട്ട ആവശ്യങ്ങൾ മറികടന്നിരുന്നത്. ഈ ഇറക്കുമതി കുറയ്ക്കാൻ മോദി സർക്കാർ നിരവധി ചുവടുവയ്പ്പുകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും മേക്ക് ഇൻ ഇന്ത്യയും കോവിഡിന് ശേഷം ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതോടുകൂടി ചെറുതും വലുതുമായ നിരവധി സംരംഭകർ ഈ കളിപ്പാട്ട നിർമ്മാണ മേഖലയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇൻവെസ്റ്റ് ഇന്ത്യ, അതിനോടൊപ്പം തന്നെ കേന്ദ്ര നിക്ഷേപ പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായം ആഗോള തലത്തിൽ തന്നെ അതിവേഗം വളരുന്ന ഒരു മേഖലയാണ്. 2028 ഇത് ഇരട്ടിയാകുമെന്നും 2022-28 കാലയളവിൽ 12% വളരും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ സ്വന്തം ആവശ്യങ്ങൾക്കായി കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. രാജ്യത്തുടനീളം സർക്കാർ 60-ലധികം കളിപ്പാട്ട ക്ലസ്റ്ററുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കർണാടകയിലെ കൊപ്പലിൽ സ്ഥാപിച്ച 400 ഏക്കർ ക്ലസ്റ്റർ, ഉത്തർപ്രദേശിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 100 ഏക്കറിലെ ടോയ് ക്ലസ്റ്റർ എന്നിവ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. കൂടാതെ പല സംസ്ഥാനങ്ങളിലും കളിപ്പാട്ട നിർമ്മാതാക്കൾക്ക് ആനുകൂല്യങ്ങൾ പോലും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. നിർമ്മാണ ചെലവിന്റെ 30% സബ്സിഡിയായി കേന്ദ്ര സർക്കാർ നൽകുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നുമുണ്ട്. ഒരു കാലത്ത് ചൈനയിൽ നിന്ന് മാത്രമായിരുന്നു ഇവിടെ കളിപ്പാട്ട ഇറക്കുമതി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഇറക്കുമതി വലിയ തോതിൽ കുറയ്ക്കാനും അതിനോടൊപ്പം മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും UAE-യിലേക്കും ആഫ്രിക്കയിലേക്കും മറ്റും കളിപ്പാട്ടങ്ങൾ കയറ്റി അയക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ തന്നെയാണ് സാധ്യമാക്കിയത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.